നമസ്കാരം. നമ്മുടെ ഓണം സെലിബ്രേഷൻസ് ആർ സിംപ്ലി ഓൺ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഓണായിട്ടിരിക്കാം. നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി കേട്ടോ ഒന്ന് ഓണായിട്ടിരിക്കാം. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഓണം സീരീസ് ആയാലും ഈ ചാനലിൽ എന്താണ് ഈ ഓണം സീരീസിന് കൊടുക്കാൻ പറ്റുക? നമുക്ക് എന്തുകൊണ്ട് ഓണം ഔട്ട്ഫിറ്റ് ആൻഡ് ഓണം ഡിഷസ് ചെയ്തുകൂടാ? അപ്പൊ നമുക്ക് അത്തം പത്തിന് തിരുവോണം, ഈ 10 ദിവസവും നമ്മള് 10 ഓണം ഔട്ട്ഫിറ്റ്സ് ആൻഡ് 10 ഓണം ഡിഷസ് ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇന്നതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മൾ ഇന്നൊരു ഔട്ട്ഫിറ്റും അതിനോട് ചേർന്നിട്ട് നമ്മൾ ഇന്നൊരു ഡിഷും കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി മുതലുള്ള 10 ദിവസത്തേക്ക് സ്റ്റേ ട്യൂൺഡ്, വാച്ച് ഇറ്റ് ആൻഡ് എൻജോയ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഗോൾഡൻ ക്രീം കളർ പാവാടയാണ്. അപ്പൊ ഈ പാവാടയാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഈ പാവാടയുടെ കൂടെ നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സ്ലീവ്ലെസ് ടോപ്പാണ്. ഈ വൈൻ കളർ, വൈൻ ഒരു പർപ്പിൾ, ഒരു കളർ. ഈ കളർ ഇതിനെന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ കളർ ടോപ്പും നമ്മുടെ ക്രീം കളർ സ്കേർട്ടും കൂടെയാണ് നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മാങ്ങാമാലയാണ് നമ്മൾ ഇതിൻ്റെ കൂടത്തിൽ ചെയ്യുന്നത്. നല്ല പച്ചക്കല്ലുള്ള ഇടയ്ക്ക് ഓരോ റൂബി സ്റ്റോൺസ് വരുന്ന മാങ്ങാമാല എന്ന് അതിന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. അതാണ് നമ്മൾ ഇതിൻ്റെ കൂടത്തിൽ പെയർ ചെയ്യുന്നത്. പിന്നെ നല്ല നീളൻ സ്റ്റഡിൽ തീർത്ത ഒരു ജിമിക്കി, ഒരു മെലിഞ്ഞ ജിമിക്കി, അതുപോലെ കുറച്ച് ഹെക്സഗണൽ ഷേപ്പിലുള്ള ഗോൾഡൻ വളകളുമാണ്. അപ്പം നമുക്ക് റെഡിയാവാം. എനിക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഈ ഔട്ട്ഫിറ്റിന്റെ കൂടെ നല്ല കളർഫുൾ ഒരു പായസം കൂടി ആയാലോ? ലെറ്റ്സ് ഹാവ് ക്യാരറ്റ് പായസം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പായസത്തിന് ആദ്യമേ തന്നെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജാറിലേക്ക് ഇടുന്നു. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ളൊരു പഞ്ചസാര, ഞാനൊരു 4-5 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതൊന്ന് അരയാൻ പാകത്തിനുള്ള കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. പിന്നെ നമ്മൾ സ്റ്റൗവിലൊരു പാൻ വെക്കുന്നു, അതിലേക്ക് ഗീ ഒഴിക്കുന്നു ചെറുതായിട്ട്. എന്നിട്ട് നമ്മുടെ മുന്തിരിങ്ങ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നു. ഈ മുന്തിരിങ്ങ ചെറുതായിട്ട് ഗർഭിണികളായി വരുമ്പോൾ നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ മുന്തിരിങ്ങ കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. കാരണം നമുക്ക് കടിക്കാൻ ഇത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണ്. ഒരു 3-4 സ്പൂൺ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എത്ര മധുരം വേണോ അത്രയും കൂടെ പഞ്ചസാര നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. എന്നിട്ട് നല്ല പോലെ ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പ്യൂരി ഇതതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി നമുക്കിത് പായസത്തിൻ്റെ പരുവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് നല്ലൊരു പരുവം വരുമല്ലോ, എത്ര ലൂസ് നമുക്ക് വേണോ അത്രയും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കുക. ക്യാരറ്റ് പായസം ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ പായസം. നോക്കട്ടെ. എൻ്റെ അമ്മ, സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റ് പായസം കഴിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ട്രസ്റ്റ് മീ, പൊളി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഔട്ട്ഫിറ്റിനെ കുറിച്ചും കമൻറ്റ് ചെയ്യൂ. അപ്പം മറ്റൊരു ഔട്ട്ഫിറ്റും മറ്റൊരു ഡിഷുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.